എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പറയാതെ ചോദിക്കരുത്. അങ്ങനെ മണിപ്പൂർ എന്ത് കുന്തമാണെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ചുമ്മാ മണിപ്പൂർ പിണറായി വിജയന്റെ കുന്തം, മണിപ്പൂർ കുന്തം. മണിപ്പൂർ എന്താ നടന്ന് നിങ്ങൾ എന്താ പറയുന്നത്? 100 വർഷത്തിൽ കൂടുതലായിരിക്കുന്ന വംശീയ കലാപമാണ് അത്. ഞാൻ ചോദിക്കട്ടെ, ബ്രിട്ടീഷുകാരന്റെ കാലം മുതലുള്ളതാണ് ഈ വംശീയ കലാപം മണിപ്പൂരിൽ. മൈതേയികളും കുക്കികളും തമ്മിലുള്ള സംഘർഷം. ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് ഇരുന്ന പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ, നരസിംഹറാവു ഇല്ലായിരുന്നു, ജവഹർലാൽ നെഹ്റു ഇല്ലായിരുന്നു, ഇന്ദിരാജി ഇല്ലായിരുന്നു, രാജീവ് ഗാന്ധി ഇല്ലായിരുന്നു. അവർ ഓർക്കൊന്നും വന്നിട്ട് നടന്നില്ലല്ലോ. പിന്നെ ഇപ്പൊ മോദിക്ക് മാത്രം തന്നെ പ്രത്യേകത എനിക്ക് മനസ്സിലായില്ല. ഇതൊരു വംശീയ കലാപമാണ്. അത് ഒറ്റയടിക്ക് അങ്ങോട്ട് കയറി തീർക്കാൻ പറ്റുന്നതല്ല. ചുമ്മാ പിണറായി വിജയൻ ഒരു വട്ട് പറഞ്ഞു, ഉടനെ ഇവിടെ കുറെ ആളുകളെല്ലാം കൂടെ വംശീയ കലാപമല്ല, അത് കുക്കിയ എന്ന് നമ്മൾ ചാടി വെക്കൂ. അവിടെ നടക്കുന്നത് വംശീയ കലാപം തന്നെയാണ്, അത് നിഷേധിക്കാൻ പറ്റില്ല. വൈദികരുൾപ്പെടെ മെത്രാന്മാരുൾപ്പെടെ അത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. വെറുതെ ഈ പുകമറ സൃഷ്ടിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ അപമാനിക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഞാൻ ഒന്നാം തരം റോമൻ കത്തോലിക്കൻ അതുകൂടെ പഠിച്ചിരുന്നു. അല്ലാതെ വെറു കത്തോലിക്കൻ, റോമൻ കത്തോലിക്കൻ, മനസ്സിലായില്ലേ? അരുവത്ര ഫൊറോനാപ്പള്ളിയെ പള്ളി കമ്മിറ്റിയിൽപ്പെട്ട PC ജോറി പ്ലാത്തോടത്തിൽ ചാക്കോച്ചന്റെ മകനായി പറയുന്നത്, മനസ്സിലായില്ലേ? പിന്നെ ഇവിടുത്തെ പെന്റിക്കോസ്റ്റ് വിഭാഗമുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, CSC ഉണ്ട്, അതുപോലെ തന്നെ മർത്തോമാ സഭ ഏറ്റവും പ്രമുഖ സഭയാണ്. മർത്തോമാ പ്രാർത്ഥനയുള്ള സഭയാണ് ഇവരൊക്കെ. ജാക്കബറ്റ് സഭയുണ്ട്. ഇങ്ങനെ എല്ലാ സഭാവിശ്വാസികളായിട്ടുള്ളവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്തിട്ടാണ്, യാതൊരു സംശയം വേണ്ട, ഞാൻ മോദിജിയെ ഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തുകയും അതിന്റെ സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റ് അദ്ദാജിയിൽ നിന്ന് മെമ്പർഷിപ്പ് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ 3 പേരും. ഒരു സംശയം വേണ്ട. സംശയം തുറന്നു. നിങ്ങളുടെ തോന്നല സീറ്റിന് വേണ്ടിയല്ല നിങ്ങളെന്നെ അത്ര ചെറുതായി കാണരുത്. പറയട്ടെ, പത്തനംതിട്ട ഞാനിപ്പോ BJPയിലെ അംഗമാണ്. നാളെ എന്നോട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലെ കേന്ദ്ര BJP നേതൃത്വം വിളിച്ച് എറണാകുളം ജില്ലയിലെ നിങ്ങളുടെ ഏതെങ്കിലും ചാനലിന്റെ പ്യൂൺമണി ചെയ്തോളാൻ പറഞ്ഞാൽ ഞാനത് ചെയ്യും. ഒബീഡിയന്റ് ആയിട്ടുള്ള പാർട്ടി പ്രവർത്തകരായിരിക്കും, ഞാനൊരു സംശയം വേണ്ട. അതുകൊണ്ട് പത്തനംതിട്ട എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഇൻവെറ്റീരിയൽ. പത്തനംതിട്ട നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കില്ല. അല്ല, അത് ആ സീറ്റിന് വേണ്ടിയല്ല നിൽക്കുന്നത്. അങ്ങനെ സ്ഥാനത്ത് പറഞ്ഞാൽ എനിക്ക് VS അച്യുതാനന്ദനെ മന്ത്രിയാക്കാൻ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ് വഴക്കൊഴി കൊടുത്തേ. മനസ്സിലായല്ലോ? നിങ്ങൾക്കറിയില്ല, ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. VS അച്യുതാനന്ദൻ ജീവിച്ചിരിപ്പോൾ ഒന്നും സംശയം തീർത്തി ഇടേ ഒന്ന് ചോദിച്ചാൽ. പിന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ വലിയ വഴക്കുണ്ടായില്ല. പാർട്ടി കമ്മിറ്റി ഒന്നും വഴക്കുണ്ടായില്ല BCയുടെ മന്ത്രിയാക്കണമെന്ന്. അപ്പോൾ മാണി ജോസഫ് അവർ രണ്ടും തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു പാർട്ടി തീരുമാനം 2 മന്ത്രിമാർ മതി, 3 വേണ്ടെന്നാണ്. അതുകൊണ്ട് ഞാൻ ആകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാറിയിരുന്നു. ഇവിടെ എനിക്ക് അവിടെ വഴക്കുണ്ടാക്കാൻ പറ്റും. ഞാനങ്ങനെ സ്ഥാനത്ത് വീണ് നടക്കുന്നുള്ള പേടിക്കണ്ട, ഒരിക്കലും പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നുള്ളൂ. ഞാൻ 2015 ഒരു മുന്നണിയും ഭാഗമല്ല. കേരള ജനപക്ഷം സെക്യുലർ എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി BJPയുടെ നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആത്മാർത്ഥമുള്ള പ്രവർത്തകനാണ് BJP പ്രവർത്തകനായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സംശയം തീർന്നു കാണില്ല.